ഇതാണ് എൻ്റെ ശ്രീഹരിക്കുട്ടൻ. ഇവര് മൂന്നാളും ഒപ്പമുള്ളതാണ്. അതിൽ ഇവനെ മാത്രമേ ഉള്ളൂ എൻ്റെ ഒപ്പം. ഇപ്പോൾ മറ്റൊരു രണ്ടാളും അവരുടെ അച്ഛൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവനാണ് മൂത്തത്. ഇത് വലിയേട്ടനാണ്. ഇവനാണ് മൂത്തതാണെങ്കിലും ഇവനാണ് ഇട്ട ചെറുത് കൂട്ടത്തിലേക്ക്. അവരിവനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു തടിയുണ്ട്. പ്രസവിച്ചപ്പോ ഒരു നൂല് പോലെ ഇരുന്നിട്ടാ. ഇവന്റെ മുഖം ഇതാ ഈ കയ്യിന്റെ ഉള്ളിന്റെ എത്ര ഉണ്ടായിരുന്നു. ഞാൻ അത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഇന്നലത്തെ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരം നേരത്താണ് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്നാണ് തോന്നുന്നത്. ഇത് നാത്തൂനെ അമ്മയ്ക്ക് പുറത്ത് പോകുമ്പോൾ പേഴ്സും വെള്ളം കുപ്പിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് അയച്ചു കൊടുത്താണ് കേട്ടോ. അപ്പോൾ അഞ്ചുട്ടി സ്കൂളിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഓള് ഇപ്പോൾ നമുക്ക് ടി വി ഉണ്ട് കേട്ടോ. ഈ ടി വി വാങ്ങിയിട്ട് കുറേ ആയി. ഇത് കഴിഞ്ഞ വർഷം മുതൽ ഈ ടി വി വെക്കാറില്ലായിരുന്നു. തുമ്പി 10ാം ക്ലാസ് അല്ലായിരുന്നോ. അപ്പോൾ പിന്നെ ടി വിയിൽ പൈസ കയറ്റില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ ഞങ്ങൾ വൈഫൈ എടുത്തിട്ടാ. അപ്പോൾ ടി വിയിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തുണി അയൽമത്തൊക്കെ എടുക്കാൻ പോകട്ടെ. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് തുണികളുണ്ടാവും കേട്ടോ കഴുകാൻ. ഇപ്പോൾ പിന്നെ തുണി അലക്കൽ വലിയ പ്രയാസമുള്ള കാര്യമല്ല. നാത്തൂന് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി തന്നിട്ടുണ്ട്. ഇത്രയും ഒരു കൂടെ കണക്കിന് തുണിയുള്ളത് കണ്ടിട്ടേ. ഇതെന്താ വെച്ചാൽ കുറേ ആൾക്കാരുള്ളതല്ലേ ഞങ്ങളെ വീട്ടിൽ. ചേച്ചി 3 കുട്ടികളും ഞാനും കുട്ടികളും അമ്മയും അച്ഛനും ഒക്കെ കൂടിയായിട്ട്. അപ്പം ഇഷ്ടംപോലെ തുണികളുണ്ടാവും കേട്ടോ. ചെറിയ കുട്ടിയുള്ള വീടാണെങ്കിൽ പ്രത്യേകിച്ചും. സൗണ്ട് മുറിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആസ്മയുടെ പ്രശ്നമുള്ളതുകൊണ്ട് എഡിറ്റ് ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നമാണത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. മാറിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ശ്വാസം മുട്ടൽ ഉണ്ട്, അതാണ് പ്രശ്നം. ഇൻഹേലർ യൂസ് ചെയ്യുന്നൊക്കെ ഉണ്ട്, എന്നാലും കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഞാൻ വൈകുന്നേരത്തിന് ഇവിടെ വെത്തള മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് രാവിലെ കൊണ്ടുവന്നതാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അത് അങ്ങോട്ട് പൊരിക്കാൻ വിചാരിച്ച്. പിന്നെ ഉച്ചയ്ക്ക് അച്ഛൻ അയില മീൻ വാങ്ങിയിരുന്നു. അത് ഉച്ചയ്ക്ക് കറി വെച്ചതുണ്ട് കേട്ടോ. കുറച്ച് ഫിഷ് ഇട്ടിട്ടുണ്ട്. അറിയണ പോലെ തട്ടിക്കൂട്ടി ഇംഗ്ലീഷ് പറയാ അമ്മ. ഈ ആകെ കൊറേ വെത്തള. അപ്പോൾ ചോറ് നമ്മൾ കൊട്ടക്കയിൽ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ തെർമൽ കുക്കറിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ചോറ് അതിൽ ഇട്ടായിരുന്നു. ജയാരി ആയതുകൊണ്ട് വേവണില്ല. അപ്പോൾ ചായക്ക് പൂളക്കിഴങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം നേരം ഒരു 7 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത്. നേരത്തെ തന്നെ ഒന്നും ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ ചായയും കടിയും കഴിക്കുകയാണ്. മോള് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് ലൈറ്റിലേക്ക് കണ്ണ് തുറക്കാനേ പറ്റൂല. ആദ്യം തന്നെ എൻ്റെ കണ്ണിന് അങ്ങനെ തോന്നിയിരുന്നു കേട്ടോ. അത് കോർണിയ പൊട്ടുന്നതിന് മുന്നേ അങ്ങനെ കേട്ടോ. ലൈറ്റ് ഉള്ളപ്പോൾ കണ്ണ് തുറക്കാൻ തന്നെ പറ്റൂല. അതൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളായിരിക്കും, ഈ അസുഖത്തിൻ്റെ. മീൻ കായം തേച്ച് വെച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് വറക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ കായം തേക്കിയെന്നാണ് കേട്ടോ പറയേ. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് വറക്കൽ. ഇപ്പം അധികം വെളിച്ചെണ്ണ വാങ്ങലില്ല. വെളിച്ചെണ്ണ നമ്മൾ വാട്ടിയതിൽ കുറച്ചുണ്ടായിരുന്നു, അതാണ് വറുത്തിടാനൊക്കെ എടുക്കുക കേട്ടോ. കറി വറുത്തിടാനൊക്കെ. ഇങ്ങനെയുള്ള പൊരിക്കാനും അല്ലായിരുന്നു നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യൽ. ഞാൻ നല്ല സ്ട്രെയിൻ ചെയ്തിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. ഈ സൗണ്ട് പോലും ഇങ്ങനെ കിട്ടുന്നില്ല. എന്താ പറയുക, വലിവുള്ളതുകൊണ്ട്. ചിലപ്പോൾ ഒരു വീഡിയോയിൽ ഞാനൊരു ദിവസം കേട്ടപ്പോൾ നല്ല വലിവുള്ളതായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തിരുന്നു കേട്ടോ. ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, സുഖമില്ലാത്തതുകൊണ്ടാണ്. ഈ മാസമായാൽ പിന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അധികം രാവിലെയും വൈകുന്നേരം ഒന്നും തീരെ സൗണ്ട് ഉണ്ടാവില്ല. ഞാൻ അതങ്ങനെ അടച്ചു വെക്കും കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ പുക വന്നിട്ടുണ്ടെങ്കിൽ ശ്വാസം മുട്ടും. അപ്പൊ ഞാൻ അടച്ചിട്ടാണ് മീൻ ഉണ്ടാക്കുക. അപ്പൊ ചേച്ചിയൊക്കെ പറയും ഇങ്ങനെ അടച്ചുണ്ടാക്കണ കാരണം ഞാൻ വറുത്ത മീന്, അവര് വറുത്ത മീനിന്റെ ടേസ്റ്റ് എല്ലാം വേറൊരു ടേസ്റ്റാണ് പറയും. എനിക്കിങ്ങനെ വറുത്തിട്ടിട്ടില്ലെങ്കിൽ ശ്വാസം മുട്ടലും ഭയങ്കര അലർജി പ്രശ്നമാണ്. അമ്മ ഇപ്പൊ ഒരു സംഭവം ഉണ്ടായല്ല, പേടിച്ചോളൊന്നും. ചേച്ചിനെ പേടിപ്പിച്ചില്ലേ? പേടിപ്പിച്ചാലത് പറഞ്ഞു നോക്കി. അങ്ങനെ തൊണ്ടവേദന ശ്വാസം മുട്ടലൊക്കെ ഉണ്ട്. അതാണ് സൗണ്ട് ഇങ്ങനെ. മഞ്ഞ് കഴിയുന്ന വരെ പിന്നെ ഡിസംബർ മാസത്തിൽ ഇതിനെക്കാട്ടും മഞ്ഞാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്.
ആസ്മ. അതന്നെ ആസ്മ രോഗിയാണ് ഇപ്പൊ ഞാൻ. ചെ- അത് കണ്ടിട്ടില്ല. അമ്മ ഇപ്പൊ ഒരു കിച്ചു പറഞ്ഞിട്ടില്ലേ? ഓനും ഇത് പറഞ്ഞ കുട്ടി ആരാ? അത് എന്റെ അനിയൻ. ആ. ആ ഇവനാണ് ഇട്ട മൂത്തത്. ശ്രീഹരിയാണ് മൂത്തത്. രണ്ടാമതാണ് ഹരികേശ്. മൂന്നാമത്തേണ് നിരഞ്ജൻ. പേര് അങ്ങനെയാണ് കേട്ടോ. ഒരാള് ശ്രീഹരി. വീട്ടുൾപ്പേര് വീട്ടിൽ വിളിക്കുക എങ്ങനെയാണ്? ശ്രീഹരി നമ്മള് ശ്രീകുട്ടൻ വിളിക്കും. ഹരികേശിനെ കേശ്. അതില് ഇവനാണ് ഇന്റെ ഒപ്പം ഉള്ളത് കേട്ടോ. ഇതാണ് ഇന്റെ ശ്രീഹരിക്കുട്ടൻ. ഇവര് മൂന്നാളും ഒപ്പം ഉള്ളതാണ്. അതിൽ ഇവനെ മാത്രമേ ഉള്ളൂ ഇന്റെ ഒപ്പം. ഇപ്പൊ മറ്റൊരു രണ്ടാളും അവരുടെ അച്ഛന്റെ വീട്ടിലാണ്. അപ്പൊ ഇവനാണ് മൂത്തത്. ഇത് വലിയേട്ടനാണ്. ഇവനാണ് മൂത്തതാണെങ്കിലും ഇവനാണ് ഇട്ട ചെറുത് കൂട്ടത്തിലേക്ക്. അവരിവനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു തടിയുണ്ട്. പ്രസവിച്ചപ്പോ ഒരു നൂല് പോലെ ഇരുന്നിട്ടാ. ഇവന്റെ മുഖം ഇതാ ഈ കയ്യിന്റെ ഉള്ളിന്റെ എത്ര ഉണ്ടായിരുന്നു. ഞാൻ അത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോ എന്നും ഞാൻ ഈ കൈ ഇങ്ങനെ വെച്ച് നോക്കും. മുഖം വലുതാവുണ്ടോ അവിടെ കൈയും കാലും ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് കുഞ്ഞു മുഖമായിട്ട് ഇരുന്നിട്ടവൻ. മറ്റവര് രണ്ടാളും കുറച്ചും കൂടി ഒരു മനുഷ്യക്കോലുണ്ടായിരുന്നു. ഇതിന്റെ ദേഹത്ത് തീരെ ഇറച്ചിണ്ടായിരുന്നില്ല. വെറും ഇപ്പൊ കുറച്ചൊക്കെ ഭേദമുണ്ട്. വെറും എല്ലായിരുന്നിട്ട എല്ലുമ്പോ തൊലി മാത്രം. അങ്ങനെയായിരുന്നു ഈ ശ്രീകുട്ടന്റെ കോലം. ഞാനൊരു മനുഷ്യന്റെ കുട്ടിയാക്കി എടുത്തതാണ് ഇട്ടാ. ഇപ്പൊ വലിയ ആളാന്ന വിചാരം. രണ്ടാണ് അവിടെ ഇട്ടാ. ഇന്റെ തൊട്ടുള്ളത് കേശു പിന്നെ കിച്ചു. അപ്പൊ ആ കിച്ചുവിനാണ് അമ്മനെ പോലത്തെ ആസ്മ. അതാ ഇന്റെ പോലത്തെ ആസ്മാന്ന്. എനിക്ക് ഞാൻ രണ്ടു നേരം ഇൻഹേലർ അധികം യൂസ് ചെയ്യണം കേട്ടോ. എനിക്ക് ശ്വാസം മുട്ടലിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഇവരെ 3 പേരില് ട്രിപ്ലറ്റ്സ് ഉണ്ടായാലും 3 പേരില് നമ്മളെ കിച്ചുമോനും ആ ഒരു പ്രശ്നമുണ്ട്. ഇത്രയും ഞാൻ മെഡിക്കൽ കോളേജിലൊക്കെ കാണിച്ചിട്ട് അവന് ഇൻഹേലർ വലിച്ചത് അതിന്റെ കൈ അടയുന്നുണ്ട്. അമ്മമ്മരെ കൈ അടിയുണ്ട്. വീഡിയോ എടുക്കണ അമ്മയാണ് കേട്ടാ. അപ്പൊ അമ്മമ്മരെ കൈ അടിന്റെ കാരണം ഞങ്ങള് കൂടുതലൊന്നും പറയാൻ അയക്കുന്നില്ല. അപ്പൊ ഒന്നാമത്തെ അടുപ്പത്ത് മീനും കരിയുന്നുണ്ട്. മീൻ അടുപ്പത്തുണ്ട് കേട്ടാ. ശ്രീകുട്ടന് മീൻ കൂട്ടാത്തോണ്ട് ഞാൻ കോഴിമുട്ട വേണം പറഞ്ഞിട്ട് അപ്പൊ അവനൊരു കോഴിമുട്ട ഉണ്ടാക്കി കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് എരിവും മുളക് പൊടി ഒന്നും ചേർക്കണില്ല കേട്ടാ. അതില് ഉള്ളിയും ഉപ്പും ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് മുകളില് കുരുമുളക് പൊടി തൂവി കൊടുക്കുകയാണ്. അങ്ങനെ മതി പറഞ്ഞു. ഇത് ഇളക്കി അപ്പൊ കൊടുക്കുക. ശ്രീകുട്ടന് വേണ്ടിട്ട് അത് ഉണ്ടാക്കുകയാണ്. കുറച്ചുപ്പും കൂടി കുറച്ചുള്ളി മാത്രം എടുക്കണുള്ളൂ. പിന്നെ ഉള്ളി മാത്രം ഇടാറുള്ളൂ. കുറച്ച് ഇടാൻ പറയും. വീഴാ തിന്നാ മതി. കുറച്ചാണ് തിന്നിക്കച്ചമ്മ. മിക്സ് അടിഭാഗമൊക്കെ അത്യാവശ്യം മതി. ഇച്ചിയാണ് കഞ്ചി പോഞ്ചി. എന്നിട്ട് അടിഭാഗത്ത് കുരുമുളക് കൂടിയിട്ട് ഇതുവരെ ഇത് മതി. ഞാൻ അങ്ങനെ പാചകം ചെയ്ത് നിൽക്കുമ്പോൾ 3 ആളും ഒപ്പം ഉണ്ടാവും അടുക്കളയില്. അവരെ ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും വിടൂലായിരുന്നു ഒരു പ്രായം വരെ. ഇപ്പൊ പുറത്തു പോയി കളിക്കാനൊക്കെ തുടങ്ങി. ഇപ്പൊ അച്ഛന്റെ വീട്ടിലുള്ള 2 ആള്. ഉപ്പ മാത്രല്ലേ ഉള്ളൂ ഇവിടെ. അപ്പൊ പാചകമൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഏകദേശം എന്റെ മക്കൾ എല്ലാ പാചകവും പഠിച്ചിട്ടുണ്ടാവും ഒപ്പം നിന്ന്. മുട്ടത്തി അപ്പൊ കോഴിമുട്ടും ചോറ് മാത്രം മതി അവന്. ടേസ്റ്റുള്ള മുട്ട. മോള് കഴിക്കാനിരുന്ന്. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാനും മറക്കരുത്. നാളെ പുതിയ വീഡിയോയുമായി